Hi everyone, Assalamualaikum. Welcome to my channel Bake with Shinsy. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് വളരെ ക്രീമി ആയിട്ടുള്ള ഒരു ടോഫി പുഡിങ്ങിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതിന്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ടോഫി പുഡിങ്ങിന് ടോഫിയാണ് വേണ്ടത്. അതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിൽക്ക്മെയ്ഡിൻ്റെ ടിൻ എടുത്തിട്ടുണ്ട്. അത് മുങ്ങുന്ന വിധത്തിൽ ഒരു കുക്കറിൽ നമ്മൾ അടച്ചു വെക്കണം. 3 വിസിൽ വരെ വെയിറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ടോഫി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ കുക്കറിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ ക്യാൻ ഓപ്പൺ ചെയ്യരുത്. നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം ക്യാൻ ഓപ്പൺ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്കിതുപോലെ നമ്മുടെ ടോഫി നന്നായിട്ട് റെഡി ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളിനി പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ബേസ് സെറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു Arrowroot ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനാവശ്യത്തിനായിട്ടുള്ള ബട്ടറും എടുത്തിട്ടുണ്ട്. ഈ ബിസ്ക്കറ്റ് നല്ലപോലെ പൊടിച്ചതിന് ശേഷം ഈ ബട്ടർ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതുപോലെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഈ മിക്സ് നമ്മളുടെ പുഡിംഗ് ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒരു ബേസ് സെറ്റ് ചെയ്തെടുക്കണം. ഒരു സ്പൂൺ വെച്ചിട്ടോ സ്പാച്ചില വെച്ചിട്ടോ നമുക്ക് നല്ലപോലെ ഇതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. ജസ്റ്റ് ഒന്ന് അമർത്തി കൊടുത്തിട്ട് വേണം നമ്മളിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാൻ. ഇനി ഇത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കാം. ഇനി നമുക്കൊരു പാനിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാലൊന്ന് ചൂടായാൽ മാത്രം മതി. അപ്പോൾ പാലൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് ഷുഗറാണ്. അപ്പോൾ നമുക്ക് ഷുഗറും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് Chinagrass ആണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് ആഡ് ചെയ്യാനുള്ളത് വാനില എസൻസ് ആണ്. അതും കൂടി നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ പാലിൻ്റെ സെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം അത് വീണ്ടും ഫ്രിഡ്ജിലേക്ക് ഒരു അരമണിക്കൂർ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ച് കൊടുക്കണം. പിന്നെ നമുക്ക് ടോഫി പുഡിങ്ങിനുള്ള മെയിൻ കണ്ടന്റ് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ടോഫി നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ടോഫിയിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ നമുക്കിതിലേക്ക് ആഡ് ചെയ്യാനുള്ളത് Chinagrass ആണ്. അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്തെടുക്കുക. പിന്നെ നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള അടുത്ത ലെയറും ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പുഡിംഗ് ട്രേയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു സ്പൂണ് വെച്ചിട്ട് ഇതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് നമ്മളൊന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതൊന്ന് ഡെക്കറേറ്റ് ചെയ്യണം. ഞാനിവിടെ കുറച്ച് ഹൈഡ് ആൻഡ് സീക്ക് ബിസ്ക്കറ്റ് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അത് വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിതൊരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ ചെയ്യണം. അതിനുശേഷമാണ് നമ്മളിത് സെർവ് ചെയ്യുന്നത്. അങ്ങനെ 30 മിനിറ്റിന് ശേഷം നമ്മളുടെ പുഡിങ് ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്ത് സെർവ് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ ക്രീമി ആയിട്ടുള്ള നമ്മളുടെ ടോഫി പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന പുഡിംഗ് ആണ് ടോഫി പുഡിംഗ്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. താങ്ക് യു.